ഐ എം റിയലി സ്കേർഡ് അജയ്. ഡേഞ്ചറസ് ആൾക്കാരാ ഇവരൊക്കെ. ഇവരുടെ ഇടയിലേക്ക് അജയെ വിട്ടുകൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ഐ എം ബീങ് പ്ലെയിൻ സെൽഫിഷ് ഹിയർ. ആർ യു ലിസ്ണിംഗ് ടു മീ? ഹലോ. ആ അമ്മ. ഓക്കെ അമ്മ, ഞാൻ വിളിക്കാം. അതെ, ഹോസ്പിറ്റൽ തന്നെയാ. ശരി അമ്മ. എൻട്രൻസ് എക്സാമിന്റെ ഹാൾ ടിക്കറ്റ് വന്നു. ഞാൻ എഴുതുന്നില്ല. വൈ? അപ്പയൊന്ന് ഓക്കെ ആവുന്നവരെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ടുമില്ല. ഡോണ്ട് ബി എ ലൂസർ അജയ്. അജയ് എന്റെയിൽ നിന്ന് പോന്നു. ഞാൻ എതിർത്തൊന്നും പറഞ്ഞില്ലല്ലോ. എഞ്ചിനീയറിംഗ് നോക്കണമെന്ന് പറഞ്ഞു. അതിന് ഞാൻ അഗേൻസ്റ്റ് അല്ല. പക്ഷെ ഇനിയിപ്പോ അങ്ങനെ പറ്റില്ല. നമ്മളെപ്പറ്റി എന്റെ പാരന്റ്സിന് അറിയാം. മൈസൂരിൽ നിന്ന് ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് അവർക്ക് ഈ റിലേഷൻഷിപ്പിലുള്ള വിശ്വാസം കൊണ്ടാണ്. അതുകൊണ്ട് മാത്രം. പക്ഷെ മകള് കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ എന്താണ്, അല്ലെങ്കിൽ എന്താണ് ആകാൻ പോകുന്നത്, ഇതൊക്കെ എനിക്ക് അവരോട് പറയേണ്ടി വരും. ഇപ്പൊ എന്റെ മനസ്സിൽ ഒരാളേ ഉള്ളൂ. ജീവിതത്തിലേക്കുള്ള എല്ലാ തിരിച്ചുവരവേ ഉള്ളൂ. ഞാൻ മൈസൂരിലേക്ക് ഇന്ന് തന്നെ 2 ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ പോവാ. വൈകിട്ട് 6 മണിക്കാ ബസ്.
ശ്രീപ്രദയുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് അജയ് ആക്സെപ്റ്റ് ചെയ്യണം. ഷീ നീഡ്സ് എ ലൈഫ്. എൻ്റെ കൂടെ അവൾക്കതുണ്ടായിട്ടില്ല. നാളെ അജയ് ഒരു ജീവിതം തുടങ്ങുമ്പോൾ അവൾ ഒറ്റയ്ക്കാവരുത്. ബട്ട് സംഭവം എനിക്ക് അയാളെ ഇഷ്ടമല്ല. എനിക്കറിയാം. പക്ഷെ ഒരു രാത്രിയുടെ കൗതുകത്തിനു വേണ്ടി മറ്റൊരു ബെഡ്റൂം തേടി പോകുന്ന ഭർത്താവായിരിക്കില്ല അയാൾ. പറ്റിപ്പോയി എന്നൊരു ന്യായമല്ല. അത് ഒറ്റത്തവണത്തേക്കാണെങ്കിൽ പോലും. എന്തൊക്കെ പറഞ്ഞാലും ഒരു ഭാര്യയ്ക്കും ക്ഷമിക്കാവുന്ന കാര്യമല്ല ഞാൻ ചെയ്തത്. അമ്മയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചിട്ടുണ്ട് പലതവണ. യു ഹാവ് ദ ബെസ്റ്റ് മദർ അജയ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു അപ്പ. കൈപിടിച്ച് നടത്താനും കളിക്കാനും യാത്ര കൊണ്ടുപോകാനും ഒന്നിനും എൻ്റെ കൂടെ ഇല്ലാത്ത എൻ്റെ സോൺ എനിമി. ഐ ഹാവ് മിസ്ഡ് യു എ ലോട്ട്. പണം ഉണ്ടാക്കിയിട്ടുണ്ട്, തറക്കേടില്ലാത്ത പേരും ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ സ്വന്തം ഫാമിലിയെ വിട്ട് മാസങ്ങളോളം എൻ്റെ കൂടെ താമസിച്ച രവിയുണ്ട്. കാലങ്ങളായി എപ്പോഴും കൂടെയുള്ള ഫിലിപ്പുണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം കഴിഞ്ഞ 14 വർഷം ഞാൻ സുഖമായി ജീവിച്ചു എന്നല്ല. നിനക്ക് പകരമായിട്ടില്ലാരും ഒന്നും. ബുധനാഴ്ച എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കേസിൻ്റെ അവസാന ഹിയറിങ്ങാണ്. തോറ്റുപോയേക്കാൻ ചിലപ്പോൾ. പക്ഷേ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവിനെ അവിടം വരെ എത്തിച്ചതിന് താങ്ക്സ്. ഇതുവരെ ചെയ്തതിനും ചെയ്യാതിരുന്നതിനും സോറി. ഡോക്ടറുടെ മൊഴി വളരെ ക്രൂഷ്യലാണ്. ഈ കുട്ടിയെ 15 മിനിറ്റ് നേരത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താനാവുമായിരുന്നു. അതെനിക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. മരണം നടന്നത് ഹോസ്പിറ്റലിൽ എത്തിക്കാനുണ്ടായ ഡിലേ കൊണ്ടാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാനാവുമോ? Failure is not when you fall. Failure is when you don't get up off the fall. Erase that word from your mind. അപ്പാ, അപ്പ തോൽക്കില്ല. മൈ വേർഡ്.